വീട് വിട്ട് മാറി നിൽക്കാൻ പല സമയങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വീട് വിട്ട് മാറി നിൽക്കണം, പല സാഹചര്യങ്ങളും പൊരുത്തപ്പെടാൻ പറ്റില്ല. ആ സമയത്ത് ഒരു ഓൺലൈനിൽ അൽഹംദുലില്ലാ എൻ്റെ മോളെ ഹലീമ ഇപ്പം 10 ജ്യൂസ് കേൾപ്പിച്ചു. അൽഹംദുലില്ലാ ഇവരുടെ ഒരു സിൻസിയറായിട്ട് അവരവരെ സമയങ്ങൾ കൊടുത്തു, കുട്ടിയെ വാച്ച് ചെയ്തു, അവരെ കെയർ ചെയ്തുകൊണ്ടാണ് അൽഹംദുലില്ലാ ഇപ്പം അവൾക്ക് 10 ജ്യൂസ് ഓതാൻ പറ്റിയത്. അപ്പം അങ്ങനെ പല സാഹചര്യങ്ങളിലും വീട് മാറി വന്നിട്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ മടിക്കാതെ മുന്നോട്ട് വരണം. പിന്നെ പഠിച്ച കാര്യങ്ങൾ തജ്വീദ് അനുസരിച്ച് വാർത്തകളിൽ ഖുർആനെ തർത്തീലായി ഖുർആൻ ഓതാൻ പറ്റണം. അതാണ് ഹിഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഅൽ മുദ്ദക്കിർ. ആരാണോ മുന്നോട്ട് വരുന്നത് അവർക്ക് അള്ളാഹ് എളുപ്പമായി കൊടുക്കുന്നതാണ് ഖുർആൻ. അപ്പോൾ മറ്റുള്ള ഗ്രന്ഥങ്ങൾ പോലെയല്ല. അതായത് ഏത് വലിയ ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അത് മുഴുവൻ മനഃപ്പാഠമാക്കിയ ഒരു ഗ്രന്ഥവും ഈ ദുനിയാവിലില്ല ഖുർആൻ ഒഴികെ. അതായത് ഇത് പഠിക്കുന്നതനുസരിച്ച് അള്ളാഹു എളുപ്പമുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നത്. 10 ജ്യൂസ് ഖുർആൻ ഓതാൻ പറ്റി. അതേപോലെ തന്നെ മുന്നോട്ട് പോകണം. അടുത്ത 20 ജ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അള്ളാഹു എല്ലാ തൗഫീഖും കൊടുക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.